കുറച്ച് ദിവസങ്ങളായിട്ട് വീട്ടിലൊരു അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ കോഴിയുടെ മുട്ടയിടയിൽ. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇവരെ ഇങ്ങനെ കൂടിനകത്ത് തന്നെ മുട്ടയിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കൊട്ടയൊക്കെ എടുത്തിട്ട് അതിനകത്ത് നല്ല തുണിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ മുട്ടയിടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇവരതെല്ലാം കൊത്തി തുണിയൊക്കെ എടുത്ത് മാറ്റി ആ കൊട്ടയൊക്കെ എടുത്ത് മറിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടാൽ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും. പിന്നെ അവർ കൂട്ടിൽ തന്നെ മുട്ടയിട്ട് വെക്കും. അപ്പോൾ അടിയിൽ കൂടെ വന്നിട്ട് കാക്ക വന്ന് കൊത്തി തിന്നിട്ട് കുടിച്ചിട്ട് പോകും. അപ്പോൾ ഇന്ന് രാവിലെ 2 മുട്ട കൊണ്ടുപോയി കേട്ടോ. നമ്മൾ കാണുന്നതിന് മുമ്പേ തന്നെ അവർ വന്നത് കൊത്തി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതെന്തായാലും നടക്കുകയില്ലെന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ പുതിയ കൂടിൻ്റെ പണി കഴിഞ്ഞില്ല. അതിനകത്താകുമ്പോൾ മുട്ടയിടാനുള്ള സൗകര്യം കൂടെ നമ്മൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അടിയിലിങ്ങനെ മറ്റേ നമ്മുടെ നെറ്റ് കമ്പി നെറ്റ് എന്താ ഇതിന് പറയുന്നത്, എന്തോ അത് ആ സംഭവം വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മൾ അടിയിൽ കൂടെ വന്നിട്ട് കാക്ക അത് കൊത്തി പൊടിച്ചിട്ട് കുടിച്ചിട്ട് പോകും. അതാ എല്ലാ ദിവസവും സംഭവിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചുമ്മാ പറമ്പിൽ കിടന്ന ഒരു പഴയ ഒരു പാത്രം കേട്ടോ, അത് എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് ഇരിക്കാൻ ആൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, ചുമ്മാ അതിനകത്ത് ഇരിക്കാനൊരു ബുദ്ധിമുട്ട്. പിന്നെ കുറേ കരികിലയും കൂടെ വാരി കൂട്ടിലിട്ട് കൊടുത്തപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. പിന്നെ അതൊക്കെ കൊത്തിയെടുത്ത് കുറച്ചൊക്കെ അതിനകത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ആൾ മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഇതിനെ ഒരിടത്തുനിന്ന് മേടിച്ച മുട്ട ഇട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് മേടിച്ചതായതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെയായിരുന്നു മുട്ട ഇട്ടുകൊണ്ടിരുന്നത് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അവരോട് എങ്ങനെ നമുക്ക് പരിചയമില്ലാത്തവരോട് വിളിച്ച് ചോദിക്കാനൊരു മടി. അപ്പം ചിലപ്പോൾ പറമ്പിലൊക്കെ ആയിരിക്കും മുട്ട ഇട്ടുകൊണ്ടിരുന്നത്. കാരണം അവർ അഴിച്ചു വിടുവാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അയൽവക്കംകാർക്ക് ശല്യമാണെന്നും പറഞ്ഞിട്ടാണ് അവരിപ്പോൾ കോഴീനെ കൊടുത്തത്. അപ്പോൾ പിന്നെ ചിലപ്പോൾ പറമ്പിലൊക്കെ ആയിരിക്കും കോഴി മുട്ട ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സാധാരണ കോഴികളൊക്കെ നമ്മൾ കൊട്ടയൊക്കെ വെച്ച് കൊടുത്താൽ, തുണിയൊക്കെ വെച്ച് കൊടുത്താൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇടുന്നതാണ്. നമ്മുടെ വീട്ടിലെ നമ്മൾ ചെറുതിലെ തൊട്ട് വളർത്തുന്ന കോഴികളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇടും. പക്ഷേ ഇവർ എന്ത് ചെയ്താലും അമ്പിനും വില്ലിനും അടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. പിന്നെ നമ്മൾ പരീക്ഷിച്ച് നോക്കുമായിരുന്നു. ഇവർക്ക് വേണ്ടി വേറെ കൂടുണ്ടാക്കുന്നുണ്ട്. ഇതിനകത്ത് ഇച്ചിരി സൗകര്യം കുറവുണ്ട്. ഇവർ 4 പേരേ ഉള്ളൂ. പക്ഷേ മുട്ടയിടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വേറെ കൂടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് കംപ്ലീറ്റ് ആയില്ല. അപ്പം അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം നമ്മളൊരു സൈഡ് കംപ്ലീറ്റ് ആക്കിയായിരുന്നു. പക്ഷേ ആ സൈഡിലിപ്പം വേറെ ഒരു BV380 6 പേരെ മേടിച്ചുകൊണ്ട് അവർ കുറച്ചുകൂടെ വലിയ കോഴി ആയതുകൊണ്ട് അവർക്ക് ഇച്ചിരി സൗകര്യം വേണ്ടതുകൊണ്ട് അവരെ പിന്നെ അങ്ങോട്ടിട്ടു. പക്ഷേ അവരിങ്ങനെ തന്നെയാണ് മുട്ട ഇടുന്നത്. പക്ഷേ അവരുടെ മുട്ട കുറേ വലുതായതുകൊണ്ടാണോ എന്താണ് അവരുടെ കാക്കയ്ക്ക് പേടിയുണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ അവരുടെ മുട്ട കാക്ക എടുക്കുന്നില്ല. ചിലപ്പോൾ മുട്ട വലുതായതുകൊണ്ടാണെന്നില്ല. അവരുടെ മുട്ട ഇതിൻ്റെ ഇരട്ടിയുണ്ട് കേട്ടോ. ഇവരുടെ മുട്ട സാധാ വലുപ്പമാണ്. പക്ഷേ അവരുടെ മുട്ട അതിൻ്റെ ഇരട്ടിയുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആട്ടോ. രാവിലെ 2 മുട്ട കാക്കയ്ക്ക് കൊടുത്തതാണ്. ഇനി മുട്ടയിടാൻ വെയിറ്റ് ചെയ്യുന്നു.